അവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, പാസ്റ്റർ സ്ട്രോങ് എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വെക്കേഷൻ പോയപ്പോ ഇന്നത്തെ സർവീസ് നടത്താൻ എന്നെ ഏൽപ്പിച്ച് ഞായറാഴ്ച. ഞാൻ സർവീസ് അല്ലേ, കമ്മ്യൂണിയൻ സൺഡേയാ. അപ്പൊ അവർക്കൊരു പുതിയ ഡീക്കൻ ഉണ്ടായിരുന്നു. അദ്ദേഹമായി ഈ എല്ലാം പ്രിപ്പയർ ചെയ്ത് ചെറിയ കപ്പിലുള്ള ജ്യൂസും ബ്രെഡ് മുറിച്ചതും എല്ലാം ഉണ്ട്. സംഗതി ഭംഗിയായിട്ട് പോയി. ഞാൻ ആദ്യമായിട്ട് ചെയ്യും. അപ്പൊ കമ്മ്യൂണിയൻ ആദ്യം ബ്രെഡ് കൊടുത്തു. കപ്പ് കൊടുക്കാൻ നേരത്തെ അറിയുന്നത് ആൾക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആൾ എന്നെ നോക്കുക, കാരണം കടിക്കേണ്ടി വരുന്നത്. കാരണം ഇദ്ദേഹം ഇത് പ്രിപ്പയർ ചെയ്ത് ഫ്രീസറിലാണ് വെച്ചേ. ഈ പരിചയമില്ലാത്ത ഡീക്കൻ ഈ ജ്യൂസ് ഫ്രീസറിൽ വെച്ച് അതങ്ങ് ഫ്രീസ് ആയി പോയി. അപ്പൊ ഐസ് ക്യൂബ് പോലെ കർത്താവിന്റെ രക്തം നിങ്ങൾക്ക് കട്ടയായിട്ട് കൊടുക്കേണ്ടി വന്നു. കഴിച്ചു. അതെ അതെ, ഞാൻ എന്തോ ചെയ്യാൻ, എനിക്കൊരു പരിചയവും ഇല്ല. സിസി വിഷൻ പ്രേക്ഷകർക്ക് സ്നേഹവന്ദനം. അമേരിക്കയിലെ മലയാളികളുടെ ഇടയിൽ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് എന്റെ കൂടെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചില ആശയങ്ങൾ പങ്കുവെക്കാൻ എത്തിയിട്ടുള്ളത്. ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ തോംസൺ കെ മാത്യുവിനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാറേ, ആദ്യം നമുക്കൊരു മധ്യഭാഗത്തു നിന്ന് തുടങ്ങാം. പിന്നെ ബാല്യകാലമൊക്കെ നമുക്ക് പിന്നെ പറയാം. ഈ ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റിയിൽ തിയോളജി വിഭാഗത്തിൽ സാറ് പ്രൊഫസറായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. ഡീനായിട്ട് എങ്ങനെയായി ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെട്ടതുകൊണ്ട് എത്ര വർഷമായി അവിടെ എത്തിയത്? ഓറൽ റോബർട്ട് ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു വിഷൻ കൊടുത്തു, ഈ ലോകത്തെ നേടണമെങ്കിൽ ഒരു ലോകം റെസ്പെക്ട് ചെയ്യുന്ന ലെവലിൽ അക്രഡിറ്റേഷൻ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങണമെന്ന്. അങ്ങനെ 60s തുടങ്ങിയതാണ് യൂണിവേഴ്സിറ്റി. അവിടെ ഒരു മെഡിക്കൽ കോളേജ് വെക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. പല കോളേജുകളുണ്ട്, കോളേജ് ഓഫ് ബിസിനസ്, കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ, കോളേജ് ഓഫ് ആർട്സ്, കോളേജ് ഓഫ് സയൻസ്. അതിലൊരു കോളേജാണ് കോളേജ് ഓഫ് തിയോളജി ആൻഡ് മിനിസ്ട്രി എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി സെക്കുലർ സബ്ജക്ട് എല്ലാം ഉണ്ട്. സാധാരണ യൂണിവേഴ്സിറ്റികളിലുള്ള എല്ലാ ബിരുദങ്ങളും ഉണ്ട്. 100-ൽ പരം മേജറുകളുണ്ട് ഇപ്പോൾ. അതോടൊപ്പം തന്നെ തിയോളജി വിഭാഗം മാത്രം, അതൊരു സെപ്പറേറ്റ് കോളേജാണ് ഭാഗമായിട്ട് ഒരു കോളേജ് ഉണ്ട്. ആ കോളേജിൽ അകത്ത് അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി, BA ഇൻ തിയോളജി അങ്ങനെയുള്ളത്, മാസ്റ്റേഴ്സ് ഡിഗ്രികൾ പലതുണ്ട്. മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി, മാസ്റ്റർ ഓഫ് ആർട്സ്, ഇങ്ങനെ പല ഡിഗ്രികളുണ്ട്. അതുകൂടാതെ ഇപ്പോ ഡോക്ടർ ഓഫ് മിനിസ്ട്രിയും പിന്നെ PhD ഉണ്ട്. ആ കോളേജ് ഒരു സെപ്പറേറ്റ് എടുത്തു അവിടെ നിന്ന് തന്നെയാണ്. ഒരു ഡോക്ടർ 2 ഡോക്ടർ ഓഫ് മിനിസ്ട്രി അവിടെ നിന്ന് എടുത്ത്. ഓറൽ റോബർട്ട്സിനെ കുറിച്ച് പറയുമ്പോഴേ എന്റെ കുഞ്ഞിനെയുള്ള കാലത്ത് ഞാൻ ഓർമ്മയിലിരിക്കുന്നത് അസംബ്ലീസ് റോഡിന്റെ ഒരു പ്രധാന പാസ്റ്ററായ പാസ്റ്റർ വി ജോൺസൺ ട്രിവാൻഡ്രത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ അന്ന് മുതലേ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് വേർപെട്ട സമൂഹങ്ങൾക്ക് ഓറൽ റോബർട്ട്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചോദിച്ചത്. അതുപോലെ നാട്ടിലത്തെ വിദ്യാഭ്യാസം, സാർ ഡിഗ്രി എടുത്തത് ഫിസിക്സിലാണ്. എന്റെ ആദ്യത്തെ ഡിഗ്രി ഫിസിക്സിലാണ്. അന്നത്തെ എന്റെ ഒരു ഡ്രീം ആഗ്രഹം ബോംബെയിൽ എങ്ങാനും ഒരു അറ്റോമിക് എനർജിയിൽ ഒരു ജോലി കിട്ടുമെന്നുള്ള ഡ്രീം. കിട്ടണമെന്നില്ല, അതൊരു ഡ്രീം ആയിരുന്നു. ബിഷപ്പ് മാവേലിക്കര കോളേജിലാണ്, മാവേലിക്കര ബിഷപ്പ് കോളേജിൽ നിന്നാണ് ഞാൻ ആ ഡിഗ്രി പാസ്സായത്. ഡിഗ്രി എടുത്തിട്ട് നേരെ ഇവിടെ വന്നു. അത് അധികം താമസിയാതെ ഞാൻ ഒരു സ്കോളർഷിപ്പോടുകൂടെ യെയിൽ യൂണിവേഴ്സിറ്റി. ഞാൻ അവിടെ വന്നപ്പോ ആദ്യം പഠിച്ച ഡിഗ്രി മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എന്നുള്ളത് യെയിൽ യൂണിവേഴ്സിറ്റിയുടെ ഡിവിനിറ്റി സ്കൂളിൽ നിന്നാണ് എടുത്തത്. അത് ന്യൂ ഹേവൻ കണക്ടിക്കറ്റിലാണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ ഞാൻ ഇന്ന് വേറൊരു സെക്കൻഡ് മാസ്റ്റേഴ്സ് ഉണ്ട്. MD കഴിഞ്ഞവർക്ക് എടുക്കാനുള്ള ഒരു മാസ്റ്റേഴ്സ് ഉണ്ട്, STM എന്ന് പറയും, മാസ്റ്റർ ഓഫ് സീക്രട്ട് തിയോളജി. അത് ഞാൻ എടുത്തു. അത് തീരുന്നതിന് മുമ്പ് എന്നെ ഒരു വെള്ളക്കാരുടെ ചർച്ച് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നെ അവരുടെ സീനിയർ പാസ്റ്റർ ആയിട്ട് എടുത്തു. എത്ര വർഷം ഇവിടെ ജോലി ചെയ്തു? 5 വർഷം യെയിലിൽ സ്റ്റുഡന്റ് ആയിരുന്നു. 5 വർഷം വെള്ളക്കാരുടെ ഒരു സഭയിൽ മാസ്റ്റർ ആയിരുന്നു. അവിടെ ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റി പോയി. അവിടെ 37 വർഷം ഇരുന്നു. 37 വർഷം ചെയ്തു. അതിൽ 30 വർഷവും പ്രൊഫസറായിരുന്നു. പ്രൊഫസറായിട്ടും അതിന്റെ 16 വർഷം ആ കോളേജിന്റെ മുഴുവൻ ഡീനായിരുന്നു. ഇവിടെ ഡീൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് അല്ല, ഒരു വിഭാഗമല്ല. ആ കോളേജിന്റെ മുഴുവൻ ചുമതല നമ്മളെ ഏൽപ്പിച്ചു. തിയോളജി സെക്ഷന്റെ തിയോളജി കോളേജിന് സെക്ഷൻസ് ഉണ്ട്. എന്നാൽ കോളേജ് ഒരു ഇൻഡിപെൻഡന്റ് കോളേജാണ്, യൂണിവേഴ്സിറ്റിയുടെ ഭാഗം. ആദ്യം ഞാൻ ചോദിക്കാൻ വരുന്നത് അതാണ്. നമ്മുടെ നാട്ടിൽ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം, ആധികാരികമായി ഡിഗ്രി കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഗവൺമെന്റ് ഉടമയിലുള്ളതോ അല്ല എങ്കിൽ ഗവൺമെന്റ് എയ്ഡഡോ
ഇപ്പോഴാണ് സെൽഫ് ഫൈനാൻസ് കോളേജുകളുണ്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഫണ്ട് കൊടുക്കുന്നത് സർക്കാർ സ്വയംഭരണ സ്ഥാപനമാണെങ്കിലും. അപ്പൊ ഈ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ എന്ന് പറയുന്നത് അവര് സ്വന്തമായി ഡിഗ്രിക്ക് ഫെഡറൽ ഗവൺമെന്റ് അംഗീകാരമുണ്ടോ, സ്റ്റേറ്റിന്റെ അംഗീകാരം? അതായത് അമേരിക്കയുടെ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ അംഗീകരിച്ചിരിക്കുന്ന ചില അക്രഡിറ്റേഷൻ ഗ്രൂപ്പുകളുണ്ട്. അവരാണ് അക്കാഡമിക് സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് നിശ്ചയിക്കുന്നത്. അവരുടെ കീഴിലുള്ള കോളേജുകൾക്ക്, ക്രിസ്ത്യൻ കോളേജുകൾക്ക് ഫീസ് ഗവൺമെന്റിന്റെ കാശ് വേണ്ട, നമ്മൾ ട്യൂഷൻ കൊണ്ടും ഡൊണേഷൻ കൊണ്ടും നടത്തുന്ന കോളേജുകളുണ്ട്. അതുപോലെ ഒരെണ്ണമാണ് ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റി. ഗവൺമെന്റിന്റെ പണം എടുത്താൽ നമുക്ക് ഈ നമ്മുടെ ഉപദേശങ്ങൾ, പ്രത്യേകിച്ച് പെന്തക്കോസ് ഉപദേശങ്ങൾ, ഒരു ഉപദേശവും മതപരമായിട്ടുള്ള പറയാനുള്ള സ്വാതന്ത്ര്യം കുറയും. കാരണം എല്ലാവരും ഒക്കെ വരുന്നതുകൊണ്ട്. എന്നാൽ ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റി ട്യൂഷൻ കൊണ്ടും ഡൊണേഷൻ കൊണ്ടും നടന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള സുവിശേഷം തിയോളജി കോളേജിൽ പഠിപ്പിക്കാം. തിയോളജി എന്നല്ല, എഞ്ചിനീയറിംഗ് മേജർ ആണെങ്കിലും അവർ തിയോളജിയുടെ ഇത്ര കോഴ്സുകൾ എടുക്കണമെന്നുണ്ട്. അപ്പൊ സെക്യുലർ ഡിഗ്രി എടുക്കുന്നവരും ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റി എന്ന ക്രിസ്തീയ കോളേജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ certain number of തിയോളജി കോഴ്സ് എടുക്കണം. ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പഠിക്കാതെ ഡിഗ്രി പഠിക്കുന്നവരും പഠിക്കണം. അവരും പഠിച്ചാലേ അവിടെ ഡിഗ്രി പഠിക്കുന്നവർക്കും ഈ ഡൊണേഷൻ കൊണ്ട് അവർ ഫീസ് കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ പോലെ സർക്കാരിന്റെ പണം ഒരു പൈസ പോലും കിട്ടില്ല ഗവൺമെന്റിന്റെ. സ്റ്റുഡൻസിന് ബോറോ ചെയ്യാൻ ഗവൺമെന്റ്, അത് സ്കൂളിലല്ല, കോളേജല്ല, സ്റ്റുഡന്റ് ബോറോ ചെയ്ത് പഠിക്കാം. പക്ഷെ അവർ വീട്ടണം. കോളേജിന് തരത്തില്ല. കോളേജ് വാങ്ങിച്ചാൽ നമുക്ക് ഒത്തിരി സാധനങ്ങൾ. നാട്ടിൽ ഒരർത്ഥത്തിൽ പറഞ്ഞ വിദ്യാഭ്യാസം സൗജന്യമാണ് പല മേഖലകളിലും. ഇവിടെ അങ്ങനെ പ്രൈവറ്റ് കോളേജിലല്ല, ഇവിടുത്തെ ഒരു പിള്ളേർക്കാണെങ്കിൽ. അപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചിട്ട്, ഈ ബാല്യകാലം എങ്ങനെയായിരുന്നു? പാസ്റ്റർ KT മാത്യു ആയിരുന്നു എന്റെ പിതാവ്. ഞാൻ പരിചയമില്ല, കണ്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. സാറിനെ പോലെ നല്ല സുന്ദരനായ അപ്പച്ചനായിട്ട് മനസ്സിൽ ഇരിക്കുന്നത്, നല്ല വെളുത്ത. എന്റെ ഫാദർ എന്റെ ഓർമ്മയിൽ കൊച്ചിലെ പാസ്റ്ററായിട്ട് വെച്ചൂച്ചിറ എന്ന സ്ഥലത്തിരുന്ന്. അത് ഇവിടെ വലിയ സഭകൾ ഇന്ന് അവിടെ ഉണ്ട്. എന്നാൽ അന്ന് വളരെ ആരംഭമായിരുന്നു. അവിടുത്തെ ആദ്യ പാസ്റ്റർ, ഒഫീഷ്യൽ പാസ്റ്റർമാര് ചുരുക്കം പേരുണ്ടല്ലോ, അതിൽ ആരംഭത്തിലുള്ള ആളാണ് എന്റെ പിതാവ്. പിതാവ് വിശ്വാസം. അതെ, എന്റെ പിതാവിന്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. അദ്ദേഹം നിരണത്താണ്. എന്റെ അപ്പന്റെ സ്വദേശം നിരണമാണ്. നിരണത്ത് പാസ്റ്റർ KM തോമസ് എന്ന് പറഞ്ഞ ആളാണ് എന്റെ വല്യപ്പച്ചൻ. അദ്ദേഹം ആദ്യകാല ബന്ധുക്കോസുകാരനാണ്. എന്റെ വല്യമ്മച്ചി IPCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന TN എബ്രഹാമിന്റെ പെങ്ങളാണ്. ജോർജ് എബ്രഹാമിന്റെ പിതാവ് എന്റെ വല്യമ്മച്ചിയുടെ ആങ്ങളെയാണ്. അപ്പൊ എന്റെ വല്യമ്മച്ചി മുഖാന്തരം എന്റെ നിർണത്തെ കുടുംബം, എന്റെ വല്യപ്പന്റെ കുടുംബം ബന്ധുക്കോസിലാവുകയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ സാറ് മൂന്നാം തലമുറയാ. ഞാൻ മൂന്നാം തലമുറക്കാരനാണ്. മക്കളായപ്പോ 4ആയി. അതെ, അവർ കൊച്ചുമക്കളായെങ്കിൽ 5 തലമുറ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ എന്റെ വല്യമ്മച്ചിയുടെ പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, കല്ലിശ്ശേരി തേക്കാട്ടി ഫാമിലി. അങ്ങനെയാണ് നിങ്ങളുടെ കുടുംബ. അവര് അച്ഛന്മാരായിരുന്നു. കല്ലിശ്ശേരിയിലെ മർത്തോമായിലെ അച്ഛനായിരുന്നു തേക്കാട്ടിലെ ഒരു അച്ഛൻ. അതിനു മുമ്പ് യാക്കോബായിലെ ഒരു അച്ഛനായിരുന്നു. അവരാണ് മർത്തോമായിലേക്ക് മാറുന്നതിന്റെ ലീഡർഷിപ്പ് കൊടുത്ത ഒരു അച്ഛൻ. യാക്കോബായിലെ ആത്മീയതയും അവിടുന്ന് പിന്നെ വേറൊരു അച്ഛന് സെന്റ് തോമസിൽ വന്നു, ഇവാഞ്ചലിക്കൽ വന്നു. TN എബ്രഹാം സാറും എന്റെ വല്യമ്മച്ചി അവരുടെ സഹോദരങ്ങളൊക്കെയും മാവലിക്കര പാസ്റ്റർ G ശാമുവേലിന്റെ ഭാര്യയും ഒക്കെ ബന്ധിക്കോസ് അനുഭവത്തിൽ അതേ കുടുംബത്തിൽ കൂടെ വന്ന. അപ്പൊ യാക്കോബായിന്ന് മർത്തോമായിന്ന് ബന്ധിക്കോസിലേക്ക് വന്നവരാ. അതിനിടയ്ക്ക് ഇവരുണ്ട്. പശ്ചാത്തലം കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. സാറിന്റെ കുഞ്ഞുങ്ങൾ? എനിക്ക് 2 മക്കളാണ്. ഒരാളുടെ പേര് എയ്മി, മറ്റൊരാളുടെ പേര് ജെയ്മി. അതിന്റെ ആണെങ്കിലും ഇപ്പോഴത്തെ PCNA കോൺഫറൻസിന്റെ കൺവീനർ ആയിരിക്കുന്ന സ്റ്റീഫൻ പാസ്റ്ററുടെ മൂത്ത സഹോദരിയാണ്. പത്തിച്ചിറ അച്ഛന്റെ കൊച്ചുമക്കളാണ്. സാറിന്റെ ബ്രദറായിട്ട് എനിക്ക് ഡോക്ടർ ജോൺ K. മാത്യു ആയിട്ടാണ് നല്ല അടുപ്പമുള്ളത്. പിന്നെ ചിക്കാഗോയിലെ ആനിയമ്മ നല്ല അടുപ്പമുണ്ട്. ഞങ്ങൾ 6 മക്കളാണ്. ക്രൈസ്തവന്റെ എന്തൊരു ആർട്ടിക്കിൾ അയച്ചാലും അതിനടിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിടുന്ന ഒരു സ്വഭാവം എല്ലാം വായിക്കാറുണ്ട്. കൃത്യമായി വായിക്കും. പിന്നെ എത്ര പേരാ ഉള്ളത്? ഞങ്ങൾ 6 മക്കളാണ്. 6 പേരും ദൈവവേലക്കാരാണ്. അപ്പൊ ഞാൻ മൂത്തത്, അടുത്തത് ആനിയമ്മ, പിന്നെ ലീലാമ്മ എന്നൊരു മകളുണ്ട്. അത് പാസ്റ്റർ PO ഉണ്ണുണ്ണി എന്ന് പറഞ്ഞ ആളിന്റെ ഭാര്യയാണ്. മറ്റൊരു സിസ്റ്റർ പാസ്റ്റർ G ശാമുവേൽ അറ്റ്ലാന്റയിലുള്ള ആളിന്റെ വൈഫാണ്. പിന്നെ എന്റെ മറ്റൊരു സിസ്റ്റർ ഡിട്രോയിറ്റിലുണ്ട്, വത്സമ്മ എന്നാണ് പേര്, പാസ്റ്റർ ജോൺസന്റെ ഭാര്യയാണ്. ഞങ്ങളെല്ലാം ദൈവവേലക്കാരാണ്. നിങ്ങളെ 3 പേരെ എനിക്ക് അറിയത്തുള്ളൂ. ഈ ഒരു സ്ഥാനം എന്ന് പറഞ്ഞപ്പോഴേ
സ്നാനം നടന്ന് ഞാൻ കേട്ട കഥയാണ്. സ്നാനം കഴിഞ്ഞ് സ്നാനാർത്ഥിയും സ്നാനപ്പെടുത്തിയ ആളെല്ലാം കൂടെ കയറി വരുമ്പോഴ് ഒരു പാട്ട് പാടാൻ സാറിനോട് പറഞ്ഞു. അതെനിക്ക് അപ്പൊ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ആരിതാ വരുന്നു അതെങ്ങനെ പറയാം. എന്റെ ഫാദർ മാവേലിക്കര IPCയുടെ പാസ്റ്റർ ആയിരുന്നു അന്നേരം. അന്നത്തെ ഡിസ്ട്രിക്ട് പാസ്റ്റർ എന്റെ ഫാദറിന്റെ അങ്കിള്, എന്റെ ഗ്രേറ്റ് അങ്കിള് പാസ്റ്റർ ജി സാമുവലാണ്. അദ്ദേഹം ഡിസ്ട്രിക്ട് പാസ്റ്ററാണ്. അപ്പൊ തുടരെ സ്നാനം നടക്കുക. ഞങ്ങൾ ശാലേം ഹോളിൽ താമസിക്കുന്ന കാലത്ത് മാവേലിക്കര. അപ്പൊ ഒരു ദിവസം സ്നാനത്തിന് പോയി. പല കാൻഡിഡേറ്റ്സ് ഉണ്ട്. എന്റെ ഫാദർ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടുത്തുക, ലോക്കൽ പാസ്റ്റർ. അപ്പൊ അപ്പച്ചൻ ഡിസ്ട്രിക്ട് പാസ്റ്റർ കാര്യക്ക് നിപ്പുണ്ട്. എല്ലാരെയും സ്നാനപ്പെടുത്തി എന്റെ ഫാദർ കയറ്റി വിട്ടു. അവസാനം അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് തന്നെ കയറി വരുക. അന്നേരം വലിയ അങ്കിള് പറഞ്ഞു, മോനെ ഒരു പാട്ട് പാടുകയാണ്. അപ്പൊ ഞാൻ പാട്ട് തുടങ്ങി. ആരിതാവായിരുന്നു പാട്ട് തുടങ്ങി. അപ്പച്ചൻ പറയുക, നിർത്തലാ, നിന്റെ അപ്പനാടാ വരുന്നത്. ഞാനത് പറയുന്ന ശിക്ഷണത്തിന്റെ പ്രത്യേകത. സന്ദർഭോചിതം ദിവസവും വായിക്കേണ്ടതും സന്ദർഭോചിതം പാട്ട് വളരെ പഠിപ്പിക്കുമായിരുന്നു അദ്ദേഹം എന്നെ. എത്ര വയസ്സുണ്ട്? അന്ന് ടീനേജറാ. കോളേജിലാ. പക്ഷെ എനിക്ക് സന്ദർഭം അറിയാതെ പാടി അദ്ദേഹം എന്നെ കറക്റ്റ് ചെയ്തു. പഠനശേഷം ഒരു സഭയുടെ ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷം തിരുവത്തായ ശുശ്രൂഷ നടത്തിയപ്പോഴ് ഈ വീഞ്ഞൊക്കെ ഐസായിരുന്നു. അത് എന്റെ സ്വന്തം സഭയിലല്ല, ഞാൻ പാസ്റ്റർ ആയിരുന്ന സഭയിലല്ല. എനിക്ക് ഞാൻ പഠിച്ച കാലത്ത് എനിക്കൊരു ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അത് നോർവിച്ച് എന്ന സ്ഥലത്താണ്, കണക്ടിക്കട്ടിൽ. അവിടെ ഒരു ചർച്ച് ഉണ്ട്, പക്വാനക് ബ്രിഡ്ജ് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഉണ്ട്. അപ്പൊ എന്നെ ഒരു ട്രെയിനി ആയിട്ട് എടുത്തതാ. യൂണിവേഴ്സിറ്റിയോടുള്ള ബന്ധത്തിൽ എനിക്ക് ട്രെയിനിങ് തരാൻ എടുത്തതാ. അപ്പൊ അവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, പാസ്റ്റർ സ്ട്രോങ് എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വെക്കേഷൻ പോയപ്പോ ഇന്നത്തെ സർവീസ് നടത്താൻ എന്നെ ഏൽപ്പിച്ച് ഞായറാഴ്ച. ഞാൻ സർവീസ് അല്ല, കമ്മ്യൂണിയൻ സൺഡേയാ. അപ്പൊ അവർക്കൊരു പുതിയ ഡീക്കൻ ഉണ്ടായിരുന്നു. അദ്ദേഹമായി എല്ലാം പ്രിപ്പയർ ചെയ്ത് ചെറിയ കപ്പിലുള്ള ജ്യൂസും ബ്രെഡ് മുറിച്ചതും എല്ലാം ഉണ്ട്. സംഗതി ഭംഗിയായിട്ട് പോയി. ഞാൻ ആദ്യമായിട്ട് ചെയ്യും. അപ്പൊ കമ്മ്യൂണിയൻ ആദ്യം ബ്രെഡ് കൊടുത്തു. കപ്പ് കൊടുക്കാൻ നേരത്തെ അറിയുന്നത് ആൾക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആൾ എന്നെ നോക്കുക. കാരണം കടിക്കേണ്ടി വരുന്നത്. കാരണം ഇദ്ദേഹം ഇത് പ്രിപ്പയർ ചെയ്ത് ഫ്രീസറിലാണ് വെച്ചേ. ഈ പരിചയമില്ലാത്ത ഡീക്കൻ ഈ ജ്യൂസ് ഫ്രീസറിൽ വെച്ച് അതങ്ങ് ഫ്രീസ് ആയി പോയി. അപ്പൊ ഐസ് ക്യൂബ് പോലെ കർത്താവിന്റെ രക്തം നിങ്ങൾക്ക് കട്ടയായിട്ട് കൊടുക്കേണ്ടി വന്നു. കഴിച്ചതിനായിട്ട്. അതെ. ഞാൻ എന്തോ ചെയ്യാനാ, എനിക്കൊരു പരിചയമില്ല, ഡീക്കനും പരിചയമില്ല. അത് വേറൊരു പരിശീലനമായി. തിരക്കിക്കോണം. കമ്മ്യൂണിയൻ ചെയ്യുന്നതിന് മുമ്പ് എല്ലാം ഒരുക്കിയിട്ടുണ്ടോ തിരക്കണം. അബദ്ധം പറ്റിയതാ. അതെ, ഒരു അബദ്ധം ഒരു അക്കടിയെന്ന് വേണമെങ്കിൽ പറയാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ അങ്ങ് ഷോക്കായി പോയി. അതെ, നമ്മളിത് പറയുമ്പോൾ ജീവിതാനുഭവങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ പ്രേക്ഷകർക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന്റെ ജീവിതാനുഭവങ്ങൾ, ഒരാളുടെ അനുഭവം മറ്റൊരാൾക്ക് ആത്മീയ നവോത്ഥാനത്തിന് ഒരു പ്രചോദനം തന്നെയാണ്, ഒരു സംശയ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ഒരു ട്യൂമർ രോഗിയെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയ ഒരു ചരിത്രവും ഞാൻ കേട്ടിട്ടുണ്ട്. ഒക്ലഹോമയിൽ സിറ്റി ഓഫ് ഫെയ്ത്ത് എന്നൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അത് ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിരുന്നു. ആ മെഡിക്കൽ കോളേജ് പണക്കുറവ് കൊണ്ട് ഗവൺമെന്റ് കാശില്ല, സ്വന്തമായിട്ട് തികയാഞ്ഞുകൊണ്ട് അടയ്ക്കേണ്ടി വന്നു. അടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചാപ്പലനായിട്ട് സെർവ് ചെയ്തു. അപ്പൊ ഒരു ദിവസം വേറൊരു ഫ്ലോറിലെ ചാപ്പലൻ വിളിച്ചു, ഇവിടെ ഒരു വിഷമമുള്ള ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്, വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ഞങ്ങൾ അദ്ദേഹം ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സ്ത്രീക്ക് ഒരു വലിയ ട്യൂമർ ഉണ്ടായിരുന്നു. അവരുടെ ഫേസിനേക്കാൾ വലുതായിരുന്നു ട്യൂമർ. നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ നമ്മൾ അറിയാതെ മുഖത്ത് നോക്കാതെ ട്യൂമറെ തോക്കത്തക്ക വലുതാ. കഴുത്ത് നിറ ഇങ്ങനെ ഇരിക്കുക. കാണുമ്പോ ഒരു വിമിഷം നമുക്ക് തന്നെ വരും. ക്യാൻസർ ആകാതെ വലുതായി. അവർ വെച്ചോണ്ടിരുന്നോണ്ടോ എന്തോ ആണ്, എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് ഒരു ദിവസം അതെ 5 മണി സമയത്താണ് പ്രാർത്ഥിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എന്നെ വിളിച്ചങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ ഏരിയയിലെ ചാപ്ലൻ എന്നോട് പറഞ്ഞു, ഇന്നലെ പ്രാർത്ഥിച്ച പേഷ്യനെ ഒന്ന് കാണാൻ വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോ അവർക്ക് ട്യൂമർ ഇല്ല. അവിടെ കുറെ ഇങ്ങനെ ഇത് സ്കിൻ ഞാന്ന് കിടപ്പുണ്ട്, കാണാനില്ല. എനിക്കറിഞ്ഞൂടെ ദൈവം എന്താണ് ചെയ്തതെന്ന്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് നേരിട്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. വേറൊന്നും കൂടെ പ്രാർത്ഥിച്ചത് പ്രാർത്ഥന ഞങ്ങൾ രണ്ടുപേരും കൂടെ. ആദ്യ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് എനിക്കറിയാം. ഞാൻ സൗഖ്യം കണ്ടുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസം വർദ്ധിച്ചു. ഇത് ദൈവത്താ കഴിയുമല്ലോ. അവിടെ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, അവരെന്തോ മരുന്ന് കൊടുത്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു ദിവസം കൊണ്ട് ഞാനൊന്നും കണ്ടിട്ടില്ല അങ്ങനത്തെ. പണ്ട് വേറൊന്നും കൂടെ പറയാം. ഓറൽ റോബർട്ടിന്റെ മരുമകൾക്ക് മക്കളുണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് പരിശോധിച്ചപ്പോൾ ഒരു ട്യൂമർ അവരുടെ യൂട്രസിൽ ഉണ്ടായിരുന്നു. അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതേ ആശുപത്രിയിൽ വന്നു. അപ്പൊ അത് എന്റെ ഏരിയ തന്നെയാണ്. അപ്പൊ ആളുകള് ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് ചാപ്ലന്മാർ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ അപ്പൊ പ്രൊഫസർ ആകുന്നതിന് മുമ്പാ ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു.
അവിടെ പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങ് പോന്നു. അവര് ഓപ്പറേഷന് പോയി, ഇത് ട്യൂമർ എടുത്ത് കളയാനാ, യൂട്രസും എടുത്ത് കളയേണ്ടി വന്നേക്കുമെന്ന് പറഞ്ഞിരുന്നു. അവർ അരമണിക്കൂറിന് തിരിച്ചു വന്നു, 1 മണിക്കൂർ 3/4 മണിക്കൂർ ആള് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ തിരക്കി എന്ത് പറ്റിയെന്ന്. അവർ പറഞ്ഞു അവിടെ ചെന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് അവസാനം ടെസ്റ്റ് ചെയ്തപ്പോ അവിടെ ട്യൂമർ ഇല്ല. അവർക്ക് വേണ്ടി അനേകര് പ്രാർത്ഥിച്ചു, ദൈവമക്കൾ പ്രാർത്ഥിച്ചു, ഓർമ്മോട്ട് പ്രാർത്ഥിച്ചു, അവര് TV പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആരുടെ പ്രാർത്ഥന ദൈവം കേട്ടതെന്ന് എനിക്കറിയത്തില്ല, സ്വന്തം മരുമകളാണ്. ആരുടെ പ്രാർത്ഥനയാ കേട്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവരുടെ കംപ്ലീറ്റ് ട്യൂമർ കാണാനില്ല. അവർക്ക് അത് കഴിഞ്ഞ് 3 കുട്ടികളെ ദൈവം കൊടുത്തു, ദൈവം മക്കളെ കൊടുത്തു. അത് ഞാൻ അറിയുന്നത് ഓറൽ റോബർട്ടിന്റെ മകൻ ഒരു TV ഷോയിൽ പറയുമ്പോഴാ ഞാൻ അത് അറിയുന്നത്. അത് പറയാനുള്ള കാരണം അന്ന് തൊട്ടാ ഓറൽ റോബർട്ട് അവരോട് പറഞ്ഞ് ആ ഇന്ത്യയിൽ നിന്ന് വന്ന യങ് മാനെ നിങ്ങളൊന്ന് നോക്കിക്കോണം, തിയോളജിയിൽ ഒരു വേക്കൻസി വരുമ്പോ എടുക്കണം, പക്ഷെ പുള്ളിയുടെ തല ഇച്ചിരി നരയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് അവർ ചോദിക്കുമായിരുന്നു തല നരച്ചിട്ടില്ലല്ലോ എന്ന്. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്തിനാ അവരങ്ങനെ പറയുന്നത്. എന്റെ ബോസ് പ്രോവോസ്റ്റാ പറയുന്നത്, എന്തിനാ അത് പറയുന്നതെന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ആദ്യകാല അനുഭവങ്ങളിൽ ധാരാളം ഇങ്ങനെ പാമ്പ് കടിയേറ്റവരുടെയും ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് അറിയാം. നമ്മൾ ഇത് ഡോക്യുമെന്റ് നേരം നമ്മള് പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചത്. ഒരു ക്രിട്ടിക്കൽ ഇല്ലാന്ന് ഞാൻ ചോദിക്കുക, എന്തുകൊണ്ടാണ് നമ്മുടെ ലിപ്പിങ്ങിന് അത്ഭുതങ്ങൾ നടക്കാത്തത്? ഇപ്പം എനിക്കറിയാവുന്നിടത്തോളം ദൈവമാണ് അത്ഭുതം നിശ്ചയിക്കുന്നത്, എന്നാൽ വിശ്വാസം ഒരു ഘടകമാണ്. അതായത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പേഷ്യന്റിന്റെ കുറ്റം എന്ന് പറഞ്ഞ പോലെ പോകും, എന്നാൽ ബേർഡൻ ഓഫ് ഫെയ്ത്ത് വിശ്വാസിയുടെ തന്നെയല്ല, കമ്മ്യൂണിറ്റിയുടേതാണ്. ഉദാഹരണമായിട്ട് ഈ തളന്തനെ റൂഫ് വഴി കൊണ്ടുവരുമ്പോൾ അവന് വിശ്വാസമില്ല, കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ ദൈവം മാനിച്ചത്. നമ്മൾ വിശ്വസിക്കണം, പക്ഷെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ വിശ്വസിക്കണം. ഓക്കെ. പിന്നെ ലാസറസിനെ ഉയർത്തിയ ദിവസം ആർക്കായിരുന്നു വിശ്വാസം? ലാസറിന് വിശ്വാസമില്ല. ഓക്കെ. അപ്പൊ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാതെ ദൈവത്തെ വിശ്വസിക്കുക. അതേസമയം തന്നെ ദൈവമാണ് നിശ്ചയിക്കുന്നത്. അനുഗ്രഹം കിട്ടേണ്ട ആളുടെ വിശ്വാസത്തിന്റെ ഒരു നമ്മള് കേൾക്കാറുണ്ട്. അവരുടെ വിശ്വാസം പ്രധാനമാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാലൻസ് ആണ്. പേഷ്യന്റും വിശ്വസിക്കണം, പ്രാർത്ഥിക്കുന്ന ആളും വിശ്വസിക്കണം. പലപ്പോഴും സഭയ്ക്ക് വിശ്വാസം ഇല്ലെന്നുള്ള എന്റെ പോയിന്റ്. പേഷ്യന്റിനെ കുറ്റം പറയാൻ ഈസിയാണ്. ഓക്കെ, അവർക്ക് വിശ്വാസം വേണം, എന്നാൽ അവർക്കില്ലാത്തപ്പോഴും ദൈവം സൗഖ്യമാക്കും. പ്രാർത്ഥന ഒരു ചടങ്ങാട്ടൊക്കെ വിടുന്നുണ്ട് പലപ്പോഴും. അതിന്റെ വേദശാസ്ത്രം ഇതാണ്. ഒന്ന്, കർത്താവ് പറഞ്ഞു അത്ഭുതങ്ങള് വചനത്തെ സ്ഥിരീകരിക്കും. മർക്കോസിനെ സുവിശേഷം പറയുന്നുണ്ടല്ലോ, അടയാളങ്ങൾ വചനത്തെ സ്ഥിരീകരിക്കും. അത് അവിശ്വാസികൾക്കും ലഭിക്കും. എന്നാൽ വിശ്വാസികൾക്ക് സൗഖ്യം ഒരു ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റാ. ഓക്കെ. 1 കൊരിന്ത്യരിലെ ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റിൽ ഉണ്ട് ഹീലിംഗ്. ഓക്കെ. വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ് എന്നൊക്കെയുള്ള 9 ദാനങ്ങളിൽ ഒന്ന് ഹീലിംഗാ. അത് നമുക്ക് ദൈവം ദാനമായിട്ട് തരുന്നതാ. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ദൈവത്തിന്റെ അത്ഭുതമായിട്ടും ലഭിക്കും, ദൈവത്തിന്റെ ദാനമായും ലഭിക്കും. പക്ഷെ സഭ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. അതേസമയം ദൈവമാണ് നമ്മളെ മരിക്കുന്ന ദിവസം നിശ്ചയിച്ചിരിക്കുന്നത്. വൺസ് ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ഫോർ മാൻ ടു ഡൈ. ഒരിക്കൽ മരണം നിശ്ചയിച്ചത് കൊണ്ട് എല്ലാരും സൗഖ്യമാകണമെന്നില്ല. കാരണം ദൈവം നിശ്ചയിച്ച സമയത്ത് അവർ പോകും. പക്ഷെ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പാവപ്പെട്ട നമ്മുടെ സഭകളില്, ഉൾപ്രദേശങ്ങളിലെ കൊച്ചു കൊച്ചു സഭകളിലൊക്കെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടാകണം എന്നാണ്. പക്ഷെ നമുക്കെപ്പോഴും ലൈറ്റ് കെട്ടി മൈതാനത്തിൽ വലിയ ബോക്സിന്റെ സഹായത്തോടുകൂടെ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു കൂട്ടി പ്രഭാവലയത്തിൽ ഒരു അങ്ങനെ പരിപാടി നാടകമൊന്നും ആവശ്യമില്ല. പറഞ്ഞല്ലോ ഓറോട്ട് നാട്ടിപ്പോയത്. എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇത് ആർക്കും അറിയാവുന്ന കഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അധികം പേർക്ക്. അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ വന്നപ്പോൾ തിരുവനന്തപുരത്തെ രാജ്ഞി ദീനമായി കിടക്കുക. അദ്ദേഹത്തെ രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി. ആ രാജ്ഞിക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു. ആ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം കിട്ടി. പക്ഷെ അവിടുത്തെ സാഹചര്യം കൊണ്ട് അത് പുറത്താക്കിയില്ല. അദ്ദേഹം എന്നോട് ടോൾസായി വെച്ച് പറഞ്ഞു. ഇൻഫാക്ട് ഞാനൊരു എലവേറ്ററിൽ അദ്ദേഹത്തെ കൂടെ തറയിലോട്ട് പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത്, തിരുവനന്തപുരത്ത് ഞാൻ പോയി അവിടുത്തെ രാജാവിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം അവർക്ക് വിടുതൽ കൊടുത്തെന്ന്. അത് ഇന്ത്യയിൽ നടന്നതാ. ദൈവം സൗഖ്യമാക്കുന്നു, ഇന്നും സൗഖ്യമാക്കുന്നു. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും. അല്ല, അത് ശരിയാണത്. കാരണം ഇന്നത്തെ ഈ ഒരു ബിസിനസ് പോലെയൊക്കെ ആയിപ്പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് എനിക്ക് തോന്നുന്നത്. തിരുവല്ലയിൽ ഒരു പ്രാവശ്യം ബോധം പെട്ടു വീണു അല്ലേ? അതെനിക്ക് 15-16 വയസ്സാണ്. ഞാൻ മാർത്തോമ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമായിരുന്നു. അന്നേരം എറണാകുളത്തുനിന്ന് തിരുവല്ലായി ബസ്സേൽ ഇറങ്ങി നടന്ന മാർത്തോമ കോളേജിൽ പോകുന്നു.
അന്നേരം ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അവര് തിരുവല്ലായിക്കൂടെ വരുന്നു എന്നും പറഞ്ഞ് എല്ലാരും കാത്ത് കോളേജ് നേരത്തെ വിട്ടു. അപ്പൊ ആ തിരുവല്ല പ്രദേശം മുഴുവൻ റോഡ് നിറയെ ആള് നിൽക്കുകയാണ്. എല്ലാ മതക്കാരും ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ചൂട് കൊണ്ടോ ആളിന്റെ തിരക്കം കൊണ്ടോ ഞാൻ ബോധം കെട്ട ആളുകളുടെ ഇടയിൽ വീഴുക. എന്നെ ആരും ചവിട്ടി ഉപദ്രവിക്കാവുന്നതാണ്. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ അവിടെയുള്ള ഒരു ചായക്കടയിലെ മേശയെ ഞാൻ കിടക്കുക. എന്റെ അടുത്തൊരു മനുഷ്യൻ നിപ്പുണ്ട്. എന്റെ പുസ്തകം എല്ലാം അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. എനിക്ക് കാപ്പിയാണോ ചായയാണോ ഓർമ്മയില്ല. ചൂടുള്ള എന്തെങ്കിലും കുടിക്കുന്ന വാങ്ങിച്ചതാണ് ഞാൻ ഓർക്കുന്നുണ്ട്. കുടിച്ചു വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം ഒന്ന് പോകാൻ തുടങ്ങുക. അപ്പൊ ഞാൻ ചോദിച്ചു, പറഞ്ഞില്ല എന്താ പേര് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ആകെ പറഞ്ഞത്, നീ ഓക്കെ ആണോ, വീട്ടിൽ പോകാനുണ്ടോ? ഓക്കെ ആണ്. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. കാശ് ബസ്സിനുള്ള കൂലി കയ്യിലുണ്ടോ? ഞാൻ നോക്കി, കാശ് കയ്യിൽ പോക്കറ്റിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടന്നുപോയി. ഞാൻ പലപ്പോഴും ദൂതനായിരുന്നോ മനുഷ്യനായിരുന്നോ, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഒരു 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 വ്യക്തി ഒരു ഇന്ത്യൻ കർഷകന്റെ പോലെ ഇരുന്ന ഒരു വ്യക്തി എന്നെ സഹായിച്ചു. അതെന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. ഓറൽ റോബർട്ട്സിന്റെ ഫാമിലിയായിട്ട് ഇപ്പോഴും സാറിന് ബന്ധങ്ങളുണ്ട്? അന്നത്തെ അത്രയും കണക്ഷൻ ഇല്ലെങ്കിലും കോണ്ടാക്ട് ഉണ്ട്. പുള്ളിയുടെ സ്റ്റാഫും ഒക്കെ വിളിക്കുകയും വൈസ് പ്രസിഡന്റും ഒക്കെ സംസാരിക്കുകയൊക്കെ സ്ഥാപനം ഇല്ല. ഇപ്പൊ അവര് അത് യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയുമായിട്ട് ആക്റ്റീവ് ബന്ധമുണ്ട്. കാരണം എന്റെ സ്റ്റാറ്റസ് പ്രൊഫസർ എമറിറ്റസ് ആൻഡ് ഫോർമർ ഡീൻ എന്ന. അപ്പൊ എമറിറ്റസ് ഫാക്കൽറ്റി എല്ലാ കാറ്റലോഗിലും എല്ലാ വർഷവും നമ്മൾ മരിക്കുന്നവരെ വെച്ചേക്കും, അവരുടെ ഒരു ബഹുമതിയായിട്ട്. അപ്പൊ യൂണിവേഴ്സിറ്റിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. തിയോളജി കോളേജുമായിട്ട് പോകാറുണ്ട്. അവർ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ സൂം വഴിയൊക്കെ പ്രവേശിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ മിനിസ്ട്രി സെപ്പറേറ്റ് ചെയ്തു. ഓറൽ റോബർട്ട് മിനിസ്ട്രി ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് സെപ്പറേറ്റ് ആയി. അവർക്ക് അവരുടെ സ്വന്തം TV ഷോ ഒക്കെ വേറെ ഉണ്ട്. അപ്പൊ ആ ബന്ധം അത്ര സ്ട്രോങ് അല്ല. എന്നാൽ യൂണിവേഴ്സിറ്റി അദ്ദേഹം മുഴുവൻ ഒരു ബോർഡിനെ ഏൽപ്പിച്ചു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അത്രയും അന്ന് $500 ബില്യൺ $500 മില്യൺ വിലപ്പിടിപ്പുള്ള ക്യാമ്പസ് അദ്ദേഹം വിട്ടേച്ച് താമസിക്കുന്ന വീട് പോലും വിട്ടിട്ട് നടന്നു പോകുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. ഒന്നും എടുക്കാതെ. പക്ഷെ ഇപ്പോഴത്തെ അത് കൂടി അല്ല, അവരുടെ കയ്യിൽ തന്നെ അല്ലല്ല, യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ഇൻഡിപെൻഡന്റ് ക്രിസ്ത്യനായി. കരിസ്മാറ്റിക് കുടുംബത്തിന്റെ ഒരു ഉടമസ്ഥാവകാശവും ഇല്ല. ഒരു ഉടമസ്ഥാവകാശം അവർക്കില്ല. അവർ ഞാൻ അവിടെ ചെല്ലുന്ന പോലെ ഉള്ളു. ഇപ്പൊ അവിടെ ചെന്നാൽ അവരതെല്ലാം ചെയ്തത്. നമ്മുടെ സഭയിൽ ഒരു 5 വർഷം കഴിഞ്ഞാൽ മാറിപ്പോകാൻ കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നത് എനിക്കറിയാം സാർ, അറിയില്ല, ഞാൻ ചോദിക്കാനൊന്നും പറഞ്ഞിട്ട്. അദ്ദേഹം നടന്നു പോകുന്ന എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം താമസിച്ച വീട് പോലും തനിക്ക് എടുത്തില്ല. സാറേ, അതൊക്കെ വലിയ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ പലർക്കും അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് അതേക്കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്യണം. ഇങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട്. ഞാനിപ്പോ വിമർശിക്കാൻ പറയുകയല്ല. പലരും സഭയിൽ ചെന്ന് കഴിഞ്ഞൊരു കാലഘട്ടം അവിടുത്തെ സുഖവും ഒക്കെ ആസ്വദിച്ചതിന് ശേഷം ഒന്ന് മാറിപ്പോയി വേറെ ആൾക്കാർ അവസരം കൊടുക്കുന്ന മിനിസ്ട്രി വഴി അദ്ദേഹം ഉണ്ടാക്കിയതല്ലേ ഇതെല്ലാം? അതെല്ലാം അദ്ദേഹത്തിന് സഹായിച്ച അദ്ദേഹമായിരുന്നു. അദ്ദേഹം മരിക്കുമ്പം ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന പോലെ ഒരു 2 ബെഡ്റൂം കാണ്ടോയിലാണ് താമസിച്ചത്. ഞങ്ങൾ വലിയ വീടെല്ലാം വിറ്റ് അതിനകത്തെ സാധനങ്ങളെല്ലാം ഡൊണേറ്റ് ചെയ്തു. ഈ ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നവർക്ക് കൊടുത്തു. ഞങ്ങൾക്ക് 2 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം മാത്രം എടുത്ത് ഈ ഫ്ലോറിഡായും ഒരു കാണ്ടോമിനിയത്തിലാണ് താമസിക്കുന്നത്. നല്ല മനോഹരം, ഒരു ഹോട്ടൽ പോലെ. ഞങ്ങൾക്ക് 24 മണിക്കൂറോടെ കാൺസിയറും ഒക്കെ ഉണ്ട്. എന്നാൽ ഞങ്ങളെല്ലാം ഗിവപ്പ് ചെയ്തു. വലിയ കാര്യങ്ങളും വസ്തുക്കളും എല്ലാം ഗിവപ്പ് ചെയ്തു. സമാനമായിട്ടാണ് ജീവിക്കുന്നത്. അത് ഞാൻ 2 പേരിൽ നിന്നാണ് പഠിച്ചത്. ചെറുതായി. അതെ, പക്ഷെ സങ്കടമില്ല. ഒത്തിരി സൗകര്യങ്ങളുണ്ട്. ഞാൻ ഓറൽ റോബർട്ടിന്റെ അവസാനം ഒരു കണ്ടോമിനിയത്തിലാണ്. ഞാൻ യോങ്കിച്ചോയെ ഞാൻ പോയി അവസാനം കാണുമ്പോഴും ഒരു കാണ്ടോമിനിയത്തിലാണ്. അപ്പൊ ഞാൻ മനസ്സിലായി, ശ്രേഷ്ഠരായ ദേവദാസന്മാർ ഈ വലിയ ഭവനങ്ങളൊന്നും ആകർഷിക്കുന്നില്ല. ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ജീവിതം അത് അബദ്ധം പറ്റിയ കൃഷിയെ കുറിച്ച് മകന് വേണ്ടി പറയാതിരുന്ന മകന് കുറ്റം ചെയ്തു. സാക്ഷി പറയാൻ വിളിച്ചപ്പോ അപ്പൻ സാക്ഷി പറയത്തില്ല, മകനെതിരായി. അതുകൊണ്ട് അപ്പന് വഴി കിട്ടിയെന്ന് അവരെന്നോട് പറഞ്ഞു. എന്നോട് അങ്ങനെ അവർ പറഞ്ഞത്. സിമ്പിൾ ലൈഫ് എന്നെ ഷെയർ മാർക്കറ്റിലുണ്ടായിരുന്ന വിലയേക്കാൾ കൂട്ടിയ വില വെച്ച് മകൻ തെറ്റ് ചെയ്തു. എന്നാൽ അപ്പൻ മകനെ ഒറ്റിക്കൊടുക്കാതെ മൗനമായിട്ട് ഇരുന്നുകൊണ്ട് അദ്ദേഹം കൂടെ അതിനകത്ത് വന്നാണ്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ഒരു കണ്ടോമിനിയത്തിലാണ് താമസിക്കുന്നത്. അല്ല, വലിയ ബംഗ്ലാവിലല്ല. സാറ് വന്നിട്ട് ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. കണ്ടോമിനിയത്തിലാണ്. അമേരിക്കൻ രീതിയിലുള്ള ഞങ്ങളെപ്പോലുള്ളവര് കണ്ടാൽ വളരെ മനോഹരമാണ്. അതിനകത്ത് 2 ബെഡ്റൂമും 2 പേർക്ക് താമസിക്കാൻ 2 ബാത്തും ഒക്കെ ഉള്ളൂ. അല്ല, ഞങ്ങൾ വിട്ടുപോകുന്നത് അനേക ബെഡ്റൂമുകളും ഒക്കെ ഉള്ളത്. നമ്മളാട്ടിൽ ഒരു ദിവസം വന്നാൽ അടക്കില്ല, ഉള്ളിടത്ത് കിടക്കണം. അല്ലെങ്കിൽ അടുത്ത് എക്രോസ് സ്ട്രീറ്റ് ഹോട്ടലിൽ കൊണ്ട് ഞങ്ങൾ തന്നെ താമസിപ്പിക്കും. ശരി, അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യാം. സാറിന്റെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് സന്തോഷം, വളരെ സന്തോഷം. നമ്മുടെ പുതുതലമുറയ്ക്ക് ഇതൊക്കെ വിജ്ഞാനമാണ്, പുതിയ അറിവാണ്. ഇപ്പോൾ പുസ്തകങ്ങൾ എത്ര എഴുതി?
12 എണ്ണമാണെന്ന് തോന്നുന്നു. മലയാളം കൂടെ കൂട്ടുവെച്ചിട്ടാണ്. ഞാനിപ്പോ സ്ക്രീനിൽ കണ്ടപ്പോ ആമസോണിൽ ഒരു 5-6 എല്ലാം ഇംഗ്ലീഷ് പുസ്തകം എല്ലാം ആമസോണിലാണ്. ഇപ്പൊ സാറിന്റെ ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയത് സ്മോൾ ഗ്രൂപ്പ് മിനിസ്ട്രി ഇൻ ദി ഏജ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വിശ്രമ ജീവിതമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കാം 3 അത് തന്നെ. അപ്പൊ വിശ്രമ ജീവിതം എന്നൊന്നും ഇല്ല. പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് വിശ്രമമില്ല. ഈ VM മാത്യു സാർ പറയുന്ന പോലെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ചെയ്ത് അന്ത്യത്തിലേക്ക് എടുക്കുക. അതാണ് പറയുന്നത്. ജീവിതകാലം മുഴുവൻ ആരോഗ്യം ചെയ്യാന്നുള്ള. ഇപ്പോഴും സെമിനാറുകൾക്ക് പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഇതുപോലെ ഇവിടെ വന്ന പോലെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ബുക്സ് 3 കോളേജിൽ ഡോക്ടറേറ്റ് തുടങ്ങാൻ ദൈവം എന്നെ സഹായിച്ചു. ഒന്ന് അവയെ സഹായിക്കുക എന്നുള്ളത്. അവിടെ മിടുക്കന്മാർ PhD-കാരുണ്ട്. എന്നാൽ പെന്തിക്കോസ്റ്റ് തിയോളജിയിൽ തന്നെ ഡോക്ടറേറ്റ് പൂർണ്ണമായും ചെയ്യത്തക്കവണ്ണം ഡോക്ടർ ഓഫ് മിനിസ്ട്രി ഡിഗ്രി നമ്മുടെ പല കോളേജിലും ഇല്ലായിരുന്നു. അപ്പൊ ആദ്യം IBC കുമ്പനാട്ടും, രണ്ടാമത് ആദ്യം ബാംഗ്ലൂരിൽ ഡോക്ടർ ജോൺ താന്നിക്കൽ ന്യൂ ലൈഫ് കോളേജ് ജോലി ചെയ്ത അവിടെ ഞാൻ അത് ചെയ്തു. അവിടുത്തെ ഇപ്പൊ പല ക്ലാസ് ഗ്രാജുവേറ്റ് ചെയ്തു. പിന്നെ IBC ആയിരുന്നു. ഇപ്പം 3ാമത് ഫിലദൽഫിയ ബൈബിൾ കോളേജ് രാജസ്ഥാനിൽ ഡോക്ടറേറ്റ് തുടങ്ങി. ഈ സമ്മറിൽ എനിക്ക് അതിന്റെ ക്ലാസ് ഉണ്ട്, റിസർച്ച് പഠിപ്പിക്കാൻ. ഞാനായി അവരെ കോച്ച് ചെയ്താൽ മതി. ഡോക്ടർ ഉള്ളവർ അവിടെ ഉണ്ട്, PhD-കാരുണ്ട്. ഫിസിക്സിൽ BSc എടുത്തതുകൊണ്ട് ഒരു ശാസ്ത്രജ്ഞനായിട്ട് പോകണം എന്നൊരു ആശയം ഉണ്ടായിരുന്നു. അങ്ങനെ സാധിക്കാത്തൊരു പ്രയാസമൊന്നുമില്ല. ഇല്ല, ഒട്ടും പ്രയാസമില്ല. കാരണം ഫിസിക്സ് പോലും എന്നെ ഹെൽപ്പ് ചെയ്തു പിന്നീട് എന്റെ പഠിത്തത്തിൽ നിന്ന് എന്റെ വിചാരം. പക്ഷെ ആദ്യം യേൽ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ വിഷമമുള്ള യൂണിവേഴ്സിറ്റി ആണ്, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതാവുന്നത്. സയൻസിൽ നിന്ന് ഇവിടെ തിയോളജി പഠിച്ചവരുടെ കൂടെ പോയി ആദ്യം ഇരുന്നപ്പോ മാസ്റ്റേഴ്സ് ക്ലാസ് എനിക്ക് ആദ്യ വർഷമുണ്ട്. ഞാൻ തോറ്റിട്ടില്ല, എന്നാൽ വിഷമം മാറി. പക്ഷെ ഒരു സെമസ്റ്റർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നേരെയായത്. അവിടെ സയന്റിസ്റ്റ് ആകാൻ എനിക്ക് സങ്കടമൊന്നുമില്ല. സാറിന്റെ അനുഭവങ്ങളും എഡ്യൂക്കേഷനും ടീച്ചിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് എല്ലാം ഒന്നും നമുക്ക് കേട്ടില്ല. നമുക്ക് വീഡിയോ എപ്പോഴും ചെറിയ വീഡിയോ ആണെങ്കിൽ ആളുകൾ കാണത്തുള്ളൂ. ഏതായാലും അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചുള്ള സന്തോഷമുണ്ട്. ഡോക്ടർ തോമസ് കെ മാത്യുവിനെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന എന്റെ വിശ്വാസം. എങ്കിലും അദ്ദേഹത്തെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും യുവതറയിൽപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിയത്. അത് അധികമാണെന്ന് എനിക്കറിയാം, എന്നാലും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അറിയാൻ വയ്യെങ്കിൽ സാറിനെ ഒന്നറിയണം. സാറിന്റെ ഭൗതിക ജീവിതം, എഡ്യൂക്കേഷന്, സാറിന്റെ അക്കാഡമിഷ്യനാണ് സാറ്. നല്ല ബുക്കുകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും എഴുതുന്നു. ഇപ്പോഴും വാർദ്ധക്യമായിട്ടില്ല, അവസാന കർമ്മനിരതനാണ് സാറ്. മാതൃകയുള്ള ജീവിതമാണ് അദ്ദേഹത്തിന്. അതാണ് എടുത്തു പറയേണ്ടത്. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഈ പുതിയ തലമുറയുടെ എന്തെങ്കിലും ഒരു മെസ്സേജ് 2 വാക്കിലെന്ന് പറയണം. ഡിസ്കവർ യുവർ കോളിംഗ്. ദൈവം നിങ്ങളെ കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. 3 കാര്യങ്ങളാണ് ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നത്. ഒന്ന്, ഡിസ്കവർ യുവർ ഐഡന്റിറ്റി ഇൻ ഗോഡ്സ് ഫാമിലി. ദൈവത്തിന്റെ കുടുംബത്തിൽ നിങ്ങളുടെ അംഗത്വം മനസ്സിലാക്കുക. അത് ദൈവസഭയാണ്. നിങ്ങൾ ഡോക്ടറായാലും ലോയർ ആയാലും എഞ്ചിനീയർ ആയാലും ദൈവസഭയിൽ നിങ്ങളുടെ ഐഡന്റിറ്റി കണ്ടുപിടിക്കുക. 2, ദൈവത്തിന്റെ വിളിയിൽ നിങ്ങളുടെ പർപ്പസ് കണ്ടുപിടിക്കുക, ജീവിതോദ്ദേശം. അതെന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ആയാലും ലോയർ ആയാലും പ്ലംബർ ആണെങ്കിലും പ്രീച്ചർ ആണെങ്കിലും എന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണെന്നുള്ള ചിന്തയിൽ നിങ്ങളുടെ ഭാവിയെ തിരഞ്ഞെടുക്കുക. അവസാനമായിട്ട് സ്വന്തം IQ-വിലും കഴിവിലും മാത്രം ആശ്രയിക്കാതെ ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വസിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തെ ജീവിതം ഫലമേൽപ്പിച്ച് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് ശക്തി പ്രാപിക്കുക. ദൈവസഭയിൽ, ദൈവ കുടുംബത്തിൽ അംഗത്വം, ദൈവ വിളിയിൽ നിങ്ങളുടെ പർപ്പസ്, ഉദ്ദേശം, ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളുടെ ശക്തി. അങ്ങനെ ജീവിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എന്റെ ദൈവം എന്നെ അനേക സ്ഥലങ്ങളിൽ, എൽ സാൽവഡോർ തൊട്ട് മോസ്കോ വരെയുള്ള പല രാജ്യങ്ങളിലും എന്നെ ദൈവം അയച്ചു. ഞാൻ യേസ് പറഞ്ഞതുകൊണ്ടാണ്. എനിക്ക് ആ സയന്റിസ്റ്റ് ആകാനുള്ള ഡ്രീമേ ഉള്ളൂ. എനിക്കൊരു സാധ്യതയില്ലായിരുന്നു. എങ്കിലും അത് ഗിവപ്പ് ചെയ്ത് എന്റെ വിളിയെ ഞാൻ ഫോളോ ചെയ്തതുകൊണ്ട് എനിക്കൊരു നിരാശയില്ല. വളരെ പ്രത്യാശയോടെ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക്, ഏത് തൊഴിലിലേക്കാണ് നിങ്ങളെ ദൈവം അയക്കുന്നതെങ്കിലും അതിനെ ഒരു മിനിസ്ട്രി ആയി കാണുവാൻ ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുന്നു. താങ്ക് യു സാറേ. ഓക്കെ, താങ്ക് യു.